ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുലരിയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഹേറോദോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വചനങ്ങളിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യത്തെക്കുറിച്ച് അഹങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 23-ാമത്തെ വചനം പറയുകയാണ്, പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി, എന്തെന്ന ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല, പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ ഇവിടെ നമ്മളിൽ പലരും ഉയർന്നു വരാത്തതിൻ്റെ കാരണം നമ്മൾ എന്തൊക്കെയോ ആയി എന്നൊരു ചിന്ത വരുമ്പോഴേക്കും തന്നെ നമ്മളിതെൻ്റെ കഴിവുകൊണ്ടാണ്, എൻ്റെ സാമർഥ്യം കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയെടുത്തുള്ള ചിന്ത മനസ്സിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടൊരു ആത്മീയമായൊരു വളർച്ച എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാകുന്നില്ല. സത്യത്തിൽ നമ്മൾ ദൈവകൃപയുണ്ട്, പക്ഷേ ആ ദൈവകൃപയുടെ മുകളിലേക്ക് വളരാൻ, ഇനിയും വലിയ കൃപയിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം എന്തൊക്കെയോ ഞാൻ ആയി തീർന്നു എന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നുണ്ട്. ചിലരൊക്കെ ഒന്ന് പറയാറുണ്ട്, അച്ഛാ ഞാനില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം ഇന്ന് നിലനിൽക്കുകയില്ലായിരുന്നു, ഞാൻ ഇവിടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവിടെ കാര്യം കെട്ടപ്പോയാണ് എന്നൊക്കെ പറയാറുണ്ട്. പലരും വന്നിട്ട് പറയാറുണ്ട്. ചിലരൊക്കെ പറയുന്നത് ഞാനാണ് ആ പള്ളി എത്രയും ആക്കിയെടുത്തത്, ഞാൻ ട്രസ്റ്റി സ്ഥാനത്തില്ലെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്നൊക്കെ പലരും പലരെക്കുറിച്ചും പറയാറുണ്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ ഈ ആരോഗ്യത്തോടെ നടക്കുന്നതും നല്ല മിടുക്കരായ ഡ്രൈവറാണെന്ന് നമ്മളെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എതിരെ വരുന്നവൻ അവനൊന്ന് അശ്രദ്ധമായി കഴിഞ്ഞാൽ തീരാവുന്നുള്ള ജീവിതമേ നമ്മുടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്ത് ദൈവം നമുക്ക് തന്നാലും ആ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് ആരോഗ്യമായിക്കൊള്ളട്ടെ, സമ്പത്തായിക്കൊള്ളട്ടെ, സൗന്ദര്യമായിക്കൊള്ളട്ടെ, ജോലി ആയിക്കൊള്ളട്ടെ, നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക ഗിഫ്റ്റ് കഴിവുകളായിക്കൊള്ളട്ടെ, അതെന്തും ആ ദൈവത്തിൻ്റെ ഒരു ദാനമാണെന്നുള്ള ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. അവിടെ ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുക, കർത്താവേ എല്ലാം നിൻ്റെ കൃപയാണ്, ആ ഒരു കൃപയുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആരെയും ഇകഴ്ത്തി സംസാരിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് ഈ ദിവസം നിങ്ങൾക്ക് അതിനുള്ള കൃപ നൽകട്ടെ. ഞാനെന്നുള്ള വലിയ ഭാവമെല്ലാം എടുത്തു മാറ്റി കർത്താവിൻ്റെ ആ കൃപയിലേക്ക് വരുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ശക്തി നൽകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.